ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂണിക് സ്റ്റിച്ചിങ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളി ഒരു റാപ്പ് ടോപ്പാണ്. അതും ഈ ഒരു വൈറ്റ് കളറിലുള്ള പോളിയസ്റ്റർ ഫാബ്രിക് വെച്ചിട്ട്. റാപ്പ് ടോപ്പുകൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക ഇത് സിമ്പിൾ തന്നെയല്ലേന്ന്. പിന്നെ എൻ്റെ കയ്യിൽ 2 ടൈപ്പിലുള്ളതുണ്ട്. ഒരു പിങ്ക് കളറും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഷെയ്ഡും ഉണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ വൈറ്റ് ഷെയ്ഡാണ്. പിന്നെ എപ്പോഴും ക്രോപ്പ് ടോപ്പ് മാത്രം അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കി ഫ്രോക്ക് അടിക്കണമെങ്കിലൊക്കെയുള്ള തുണിയുടെ പരിമിതികൾ മൂലമാണ്. എന്നും വീഡിയോ കാണുന്നവർക്ക് ഞാനിത് പറഞ്ഞ് കേട്ട് തഴമ്പിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാനിവിടെ പറയുകയാണ്. ഈ ക്രോപ്പ് ടോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇങ്ങനെയുള്ളൊരു ദീർഘചതുര കഷ്ണം വേണം. അതെങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രയാണ് ക്രോപ്പ് ടോപ്പിന് നീളം വേണ്ടത്. എനിക്കിവിടെ 18 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 18 + 18 36 ഇഞ്ചിലുള്ള 2 ദീർഘചതുരങ്ങൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ വീതി എന്ന് പറയുന്നത് എനിക്ക് ഒരു 16 ഇഞ്ചിലുള്ള ഒരു വീതിയിലുള്ള 2 കഷ്ണങ്ങളാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ നല്ല ഭാഗം ഉള്ളിലേക്കാക്കി ഇങ്ങനെ വെക്കുക. അതിനുശേഷം അതിൻ്റെ നീളത്തിൽ 16 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. 16 ഇഞ്ച് വീഡിയോ കാണുന്നവർക്ക് എന്നോ ഓർമ്മയുണ്ടാവും. ഒരു കൈയിലാണ് ഫോൺ ഇരിക്കുന്നത്, ഒരു കൈ കൊണ്ടാണ് ഈ മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൃത്തിയായിട്ട രീതിയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ആ 16 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴോട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നേരെ വൃത്തിയിലങ്ങ് അടിച്ചെടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ നേരെ താഴോട്ട്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വല്ലാത്തൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ നാളായിട്ട് എന്താ വീഡിയോ ഇടാത്തതെന്ന് ആരും ചോദിച്ചൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം. പിന്നെ കോളേജിൽ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിൽ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഇതിൻ്റെ 4 ഭാഗം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അപ്പോൾ 16 32 ഒരു ഭാഗം നിൽക്കുന്നുണ്ട്. അവിടെയും സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡിൽ നമ്മൾ മടക്കി അടിച്ച് കൊടുക്കുക. അതായത് ഇപ്പോൾ മടക്കി അടിക്കാത്തതായിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വി ഷേപ്പിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ 16 ഇഞ്ചിന് ബാക്കിയുള്ള ഭാഗം ഉണ്ടാവുമല്ലോ, അതാണ് സ്റ്റിച്ച് ചെയ്യാത്തതുള്ളൂ. കണ്ടോ, സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാനിനി പറഞ്ഞു തരാം. ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഒന്നുമില്ല, 2 തവണ ഇങ്ങനെ മടക്കി അടിച്ചതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ 4 ഭാഗവും ചെയ്തിട്ടുണ്ട്. ഉള്ളിലുള്ള ആ 2 പീസുകൾ മാത്രമാണ്, ഒരു വി ഷേപ്പിലുള്ള ആകൃതി മാത്രമാണ് നമ്മളിതുവരെ സ്റ്റിച്ച് ചെയ്യാതെ നിൽക്കുന്നുള്ളൂ. ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതെന്ത് തേങ്ങ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇതിന് നല്ലൊരു ഔട്ട്കം കിട്ടുന്നതാണ്. ഇനി നമ്മൾ മുകളിൽ കണ്ട കൈ പോലുള്ള ഭാഗം താഴോട്ട് മടക്കി വെക്കുക. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ആ ഫൂട്ടേജിലുള്ള മുകളിലെ ഭാഗം ഇങ്ങനെ താഴോട്ട് മടക്കി വെക്കുക. ആ 16 ഇഞ്ച് നമ്മളൊരു ആദ്യം സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്തില്ലേ, അതാണ് കേട്ടോ നടുക്ക് കാണുന്നത്. അങ്ങനെ ഒരു സൈഡ് ഇപ്പോൾ നമ്മൾ താഴോട്ട് മടക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യേണ്ടതാണ്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഒരു ഭാഗം മടക്കി വെച്ചത്. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും ചെയ്യേണ്ടതാണ് കേട്ടോ. ആ കാണുന്ന കഷ്ണം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനുശേഷം 2 ഭാഗം അങ്ങനെ താഴോട്ട് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു രീതിയിലുള്ള കൈ മാർക്ക് ചെയ്യുക. കൈ മാർക്ക് ചെയ്യുമ്പോൾ ഉള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിക്കാണ്. ഒരു ലൂസായിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു ഏകദേശം വണ്ണം മാർക്ക് ചെയ്താൽ മതി. അതിനനുസരിച്ച് കൈ ഒന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ വണ്ണം അങ്ങനെ ഫുള്ള് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കൈ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ലൂസിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അടിപൊളിയാവുകയെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ 2 വള്ളികൾ വേണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സൈഡിൽ ലെങ്ത്ത് കൂടിയിട്ട് ഒരു സൈഡിൽ ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള വള്ളിയാണ്. ഒരിടത്ത് 30 ഇഞ്ച് ഒരിടത്ത് 35 ഇഞ്ചുള്ളത്. അതും 2.5 ഇഞ്ച് വീതിയിലുള്ള കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സാധാ ഫ്രോക്കിനോ അതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു ഭാഗത്ത് ഒരു കോണ് പോലെയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിലുണ്ടാവും അവസാനം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. ഇതൊക്കെ പിന്നെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് അതൊന്നും വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ കഷ്ടപ്പാടാണ് ഒരാൾ തന്നെ ഇങ്ങനെ കൈ പിടിച്ച് ഒരാൾ തന്നെ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഇത് രണ്ടും ആ വി ഷേപ്പിയുടെ താഴോട്ട് അറ്റാച്ച് ചെയ്യണം. കണ്ടോ, ആദ്യം തന്നെ ഇനി ആ നെക്കിൻ്റെ പോർഷൻ, അതായത് ആ സെൻറ്ററിലുള്ള ഭാഗം നമ്മൾ മടക്കി അടിക്കേണ്ട വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മടക്കി അടിക്കേണ്ട ഫോൾഡിങ്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഈ പിന്ന് കുത്തി വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. സോ നിങ്ങളും യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ആ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് അയൺ ചെയ്ത് നോക്കുക. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഈ വള്ളി അതിൻ്റെ ഉള്ളിൽ വെച്ച് സെക്യൂർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. കാരണം ഇത് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് കുറച്ച് അങ്ങനെ എനിക്ക് പറ്റില്ലായിരിക്കും, എന്നാലും ഞാൻ നോക്കാം. ആദ്യം ഇങ്ങനെ വെച്ച് മടക്കി അടിക്കുക. എനിക്കറിയാം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ
ഇങ്ങനെ മടക്കി ഒരു സിംഗിൾ മടക്കുക. ഇതാ നെക്ക് പോർഷൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വള്ളി വെക്കുക. എന്നിട്ട് അത് ഒന്നാകെ ഇങ്ങോട്ട് മടക്കുക. അതിനുശേഷം അത് മുകളിലേക്ക് ഒന്നുകൂടെ മടക്കി. ഇനിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പിന്നെ എൻ്റെ ഫോണ് കുറച്ച് നല്ല ഫോണായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നീങ്ങാനുള്ള കാരണം അതെനിക്കിപ്പോൾ തന്നെ അറിയാം. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ലാത്തത്. ഈ ഫോണിൻ്റെ ഒരു കഷ്ടപ്പാടുകൾ ഓക്കെ. അതിനുശേഷം നമ്മളിങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഫൂട്ടേജൊക്കെ നല്ല നല്ല ഭംഗിയിലെടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ വെച്ച് കാണാൻ ശ്രമിക്കുക. കാരണം ഇത് ഐഫോണൊന്നുമല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും. സോ ഉള്ളതെങ്കിൽ നിങ്ങൾ നല്ല ക്ലാരിറ്റി കാണാൻ നല്ല ക്വാളിറ്റിയിൽ വെച്ച് കാണാം. സോ നമ്മൾ നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ സിമ്പിളാണ് തോന്നുമെങ്കിലും അതിൻ്റെ ആ സെൻട്രൽ പോർഷനിൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. പക്ഷേ അതൊന്നും കാര്യമാക്കണ്ടല്ല, അവിടെ നല്ല വൃത്തിയിൽ മടക്കി അടിച്ചാൽ മതി. ഇതിന് ശേഷം നമ്മൾ താഴെ നിന്ന് ഒരു സൈഡിൽ ഏറ്റവും കൂടുതൽ ലെങ്ത്തുള്ള വള്ളി അടിച്ചില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു സ്ലിറ്റ് ഉണ്ടാക്കുക. അതും താഴെ നിന്ന് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മുകളിലായിട്ട്. ഇതിലൂടെ നമുക്ക് സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നൗ ദ ടൈം ഓഫ് ഷോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ? ഇനി നിങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമായി, ഇത് കുഴപ്പമില്ല, അങ്ങനെ വിചാരിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ പിങ്ക് ഷെയ്ഡ് വെച്ച് അടിച്ചാലായിരുന്നു നല്ലതാവുക എന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇനി അത് വെച്ച് വേറെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാമല്ലോ. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനായിട്ട് അപ്ലോഡ് ചെയ്തതാണ്. കുക്കർ അടിച്ച സൗണ്ട് ഇതിൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ വീട്ടിലിപ്പോൾ കുക്കർ വിസിൽ ചെയ്തിട്ടുണ്ട്. സോ ലാപ്ടോപ്പ് ഇത്രയും സിമ്പിളായിട്ട് മീൻസ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് വലുതാക്കിയതാണ്. അല്ലാതെ ഇതിൽ വലുതായിട്ട് കാര്യമായിട്ട് ചെയ്യണമൊന്നുമില്ല. 4 സൈഡും മടക്കി അടിക്കുക, സെൻറ്റർ ജോയിൻ ചെയ്യുക, വള്ളി വെച്ച് അടിക്കുക, അത്രേ ഉള്ളൂ ഇതിൽ ആകെ ചെയ്യാനുള്ളത്. പിന്നെ ഈ ഷോൾഡറിൽ പ്രത്യേകിച്ച് സ്ലീവ് ഒന്നും വെക്കാത്തതുകൊണ്ട് ഇതിൽ തന്നെ അറ്റാച്ചബിൾ ആയിട്ടുള്ള സ്ലീവാണ്. സോ ഒന്നുമില്ല. ഞാനിപ്പോൾ ഇതിന് ഒരു സ്കേർട്ടിൻ്റെ കൂടെയാണ് മോഡൽ ചെയ്തിരിക്കുന്നത്. അല്ല, സ്റ്റൈൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീനിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയട്ടോ, കാരണം വീഡിയോ കാണുന്ന പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ താങ്ക്സ്. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.